ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ കീം റിസൾട്ടിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ പറയാനുള്ള മാർക്കൊന്നുമില്ല, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിരിച്ചു റിസൾട്ട് കൂടെ ഷെയർ ചെയ്യാമെന്ന്. ഐ നോ ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് എന്താ പറയുക ലേറ്റായി, കാരണം കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ റിസൾട്ട് വന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്ലി ആണ്. കാരണം ഞാനങ്ങനെ നോക്കിയൊന്നുമില്ല. സ്കോർ കാർഡ് വന്നപ്പോൾ ജസ്റ്റ് അത് നോക്കി, പക്ഷേ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയില്ല. ബിക്കോസ് ഒന്നാമത്തെ കേസ് എനിക്കറിയില്ല ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്. പിന്നെ രണ്ടാമത്തെ കേസ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം കീം എഴുതണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബിഫാം എനിക്ക് ഇഷ്ടമല്ല. എന്താ വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കുന്നതാണ്. ബിഫാമിൽ മെയിൻ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. സോ ഞാൻ എഴുതാം ലൈക്ക് ഒരു പ്ലാൻ പോലെ ജസ്റ്റ് എഴുതി വെച്ചെന്നുള്ളൂ. ഞാൻ എഞ്ചിനീയർ എഴുതാൻ പോലെ ഞാൻ പറഞ്ഞു. മാത്സ് ഉണ്ട്, പിന്നെ ബയോളജി അവിടെ ഇല്ല. സോ അപ്പം ഞാൻ അങ്ങനെ എഴുതിയിട്ട് ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ലാസ്റ്റ് സെഷനാണ് വന്നത്. ആൻഡ് അത്ര അങ്ങോട്ട് ഈസി ആയിരുന്നില്ല, ബട്ട് മോഡറേറ്റ് ആയിട്ട് പേപ്പർ തന്നെ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായിട്ട് തോന്നി. പിന്നെ ഭയങ്കര ഹാർഡല്ല, കുഴപ്പമില്ല നല്ല എക്സാമിൽ. പിന്നെ എനിക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ CBT ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ട്. കാരണം CBTയിൽ ഞാൻ എന്താ പറയുക +2 പബ്ലിക് എക്സാം ചെയ്യുന്ന സമയത്ത് എന്തോ എറർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടെൻഷനുള്ളതുകൊണ്ട് CBT കുറച്ച് പേടിയാണ്. ബട്ട് ഓക്കെയാണ്. കമ്പാരിറ്റീവ്ലി CBT ആണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. അതെനിക്കറിയാം. ഓക്കെ, അങ്ങനെ ഞാൻ എഴുതിയിട്ട് അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ജസ്റ്റ് രാത്രി എന്തോ സ്ക്രോൾ ചെയ്യാണ്. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ വന്നു. അപ്പോൾ എന്നെ ദാണ്ടൊക്കെ എടുക്കുന്നു കീം എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത്ര പെട്ടെന്ന് വന്ന സമയം ഇത്ര പെട്ടെന്നല്ല കുറച്ച് ഇത്രയും നീറ്റൊക്കെ കുറച്ചും കൂടി ടൈം എടുക്കുമല്ലോ. കീം അങ്ങനെ അല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാനൊരു 12 മണി കഴിഞ്ഞു, 12:30 രാത്രി ഇട്ടാ. അപ്പം ഞാൻ നോക്കി, വിചാരിച്ച മാർക്കൊന്നുമില്ല, വിചാരിക്കാനും പോയില്ല. ഞാൻ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനേ പോയില്ല. നെഗറ്റീവ് പിന്നെ അറിയാമെന്ന് മാത്രമേ എഴുതില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 40 സംതിങ് എഴുതിയിട്ടുള്ളൂ. 41, 44 അതിൻ്റെ അടുത്ത് അപ്രോക്സിമേറ്റ് റേഞ്ചിൽ എഴുതിയിട്ടുള്ളൂ. ആൻഡ് പേഴ്സൻറ്റേജിൽ വരുന്ന എനിക്ക് അപ്രോക്സിമേറ്റ്ലി 80% ആണ്. വലിയ പെർസെൻറ്റേജ് ആയിട്ടൊന്നുമില്ല. അതാണ് കീമിനെ പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ നീറ്റിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പേപ്പർ എന്തോ ഇങ്ങനെ ലീക്കായെന്നോ. അപ്പോൾ ഓൾറെഡി 2024 നടന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അവരെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുക അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എക്സാം ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. വലിയ മാർക്കൊന്നും എനിക്ക് അതിലും ഇല്ല, പക്ഷേ കുഴപ്പമില്ലാത്തൊരു സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് സന്തോഷമായിട്ടുണ്ട്, കുറേ പേർക്ക് സങ്കടമായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്കായിരുന്നു. സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമായി. സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്, പക്ഷേ അത്തരത്തിലുള്ള സന്തോഷമില്ല. കാരണം എനിക്ക് എന്തോ പോലെ തുടങ്ങി ഫൈനൽ ലാപ്പിലേക്ക് എത്തിയപ്പോൾ. ആൻഡ് ഞാൻ അതിന് എക്സാം റിവ്യൂവിനെ പറ്റിയിട്ടൊന്നും എഴുതാനൊന്നും വീഡിയോ ഒന്നും ഇടാൻ പോയില്ല. പക്ഷേ ഞാൻ റിവ്യൂ ഫസ്റ്റ് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ സെറ്റാക്കി വെച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് മുൻപേക്കാണ് ഡേറ്റ്. 1 വീക്ക് മുൻപ് തന്നെ. ആൻഡ് ഈ ഒരു വാട്ടർ ബോട്ടിൽ അന്നിരിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഔട്ട് ഓഫ് ദ ടോപ്പിക്, ഈ വെള്ളം കുപ്പിയാണ് ഞാൻ നീറ്റ് എക്സാമിന് കൊണ്ടുപോയത്. അതിൽ വെള്ളം ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ അത്രയും ഈസിയാണ്. ഇതേപോലെ തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ്. അപ്പോൾ എനിക്കാകെ ബ്രെയിനൊക്കെ എന്താ സംഭവിച്ചത്. ഇനി പഠിച്ചത് അതുമാത്രമല്ല ഗൈസ്, ഇവിടെ ബാക്കിൽ ഈ വോള് കണ്ട മനസ്സിൽ ഞാൻ പഠിച്ച് കഴിഞ്ഞതൊക്കെ ഒട്ടിച്ച് വെച്ചു. ഈ ഒരു എയർഫോറിൻ്റെ ബാക്കിൽ ഞാൻ ബയോളജി എഴുതി വെച്ചാണ്. അതൊക്കെ ഞാൻ ബാക്കിലുണ്ട് സംഭവങ്ങൾ, അത് ഒട്ടിച്ച് വെച്ച് എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട്. ഇനിയും 1 മന്ത് കൂടെ ഉണ്ട്. ജൂൺ 21 ആണ്. പിന്നെ എൻ്റെ എക്സാം ഹോളിനെ പറ്റി പറയുകയാണെങ്കിൽ നീറ്റിൻ്റെ റിവ്യൂ അല്ല, എന്നാലും എക്സാം സെൻറ്റർ ഞാൻ പഠിച്ച എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സെയിം സ്കൂൾ തന്നെയായിരുന്നു. പിൻകോഡ് വരെ ഡിഫറൻസ് ഇല്ല. എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന്. എന്തൊരു ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ആൻഡ് പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് എന്താ പറയുക കൃതാപ്തി എന്നങ്ങനെ പറയില്ല, സംഭവിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ എക്സാം. ടെൻഷൻ കൊണ്ടൊരു ഇതന്നെയായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി ഒന്നും കൂടി പോകണം എഴുതാൻ വേണ്ടിയിട്ട്. അവിടേക്ക് തന്നെ പഠിക്കണം. പിന്നെ എൻ്റെ നീറ്റിൻ്റെ പേപ്പർ ഇതിന് ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞു തന്നത് ഓരോന്ന്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ അത്യാവശ്യം ഒരു ½ an hour വന്നു തോന്നുന്നു. ബട്ട് അത് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ബട്ട് ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കീമിൻ്റെ റിസൾട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് മിക്കവാറും നീറ്റിൻ്റെ റിവ്യൂ ആയിരിക്കും.
ഒന്ന് മാനസികമായിട്ട് ഓക്കെ അല്ല, അല്ലെങ്കിൽ റിവീൽ ചെയ്യേണ്ടെന്നൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇടാൻ പോണില്ല. റിസൾട്ട് ഞാൻ കഴിയാവുന്നതും പോസ്റ്റ് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് കീമിൻ്റെ തന്നെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഗൈസ്. നിങ്ങളുടെ കീമൊക്കെ എഴുതിയെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയാം. ഇനി എനിക്ക് ലാസ്റ്റ് വരുന്ന നീറ്റ് എക്സാം ഉണ്ട്. ആൻഡ് പിന്നെ എനിക്ക് എയിംസ് പാരാമെഡിക്കലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നേഴ്സിംഗ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോയില്ല, ഡേറ്റിൻ്റെ എന്തോ സംഭവം ഞാൻ അപ്ലൈ ചെയ്യാൻ പോയില്ല. ആൻഡ് പാരാമെഡിക്കൽ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ കുറേ കംബാക്ക് പ്ലാൻ ചെയ്തത്, ലൈക്ക് ജിമ്മിന് പോകണം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കണം നീറ്റ് കഴിഞ്ഞിട്ടുള്ള സമയത്ത്. പക്ഷേ പിന്നെ നീറ്റ് വരാണ്. ദൂരെ എന്ന് പറഞ്ഞാൽ അത് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ റീനീറ്റ് ഉണ്ടാവുന്ന സംശയം കൂടിയുള്ളൂ. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യാൻ എന്തേലും. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ ടാറ്റ.